Good morning to all. Good morning. Good morning, ma'am. നമ്മൾ ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റർ? എത്ര ചാപ്റ്റർ പഠിച്ചു ഇപ്പോ? ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചേ? 2 chapter, introduction. ഇൻട്രൊഡക്ഷനും History of hospitals. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസും പഠിച്ചു അല്ലെ. അപ്പൊ നമ്മള് അടുത്ത പുതിയൊരു ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്, ബ്ലഡ് ബാങ്ക്. ഓക്കെ, ചാപ്റ്ററിന്റെ പേരാണ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് നിങ്ങൾക്കറിയാം, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ടീച്ചേഴ്സ് എല്ലാവരും ചെയ്യുന്നത് എന്താണ്? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഓൾ മ്യൂട്ട് ചെയ്യാണ്. കാരണം എന്താണ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുന്നവർക്കാണെങ്കിലും ക്ലാസ് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അതിനിടയിൽ എന്തെങ്കിലും എന്താണ് ടോക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ടീച്ചേഴ്സിനോടും നമുക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ക്ലാസ് തുടങ്ങുമ്പോൾ മ്യൂട്ട് ചെയ്യുക, ഓൾ മ്യൂട്ട് ചെയ്യുക. അതിനുശേഷം എന്താണ് ഒരു 10-15 മിനിറ്റ്, 1 hour ക്ലാസ് ആണെങ്കിൽ അതിന്റെ അവസാനം ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് ഡിസ്കഷൻ ടൈം തരാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം കേട്ടോ. അതിനിടയിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വേർഡ്സിന്റെ മീനിങ്സോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആണ് അല്ലെ. ബ്ലഡ് എന്താണ്, ബ്ലഡ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് ബ്ലഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയും അല്ലെ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോഡിയിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബോഡിയിൽ 5 liters ബ്ലഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എത്ര? 5 liters ഓഫ് ബ്ലഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി ഈ ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് ബാങ്ക് ബ്ലഡുമായിട്ട് റിലേറ്റഡ് അല്ലേ. എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? ബ്ലഡ് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് അല്ലെ. ഹോസ്പിറ്റലില് ബ്ലഡ് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ബ്ലഡ് ബാങ്കിനെ കുറിച്ച് അല്ലെ. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനിഷൻസ് ഉണ്ട്. എന്നാൽ കൂടി നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? ബ്ലഡ് ആരിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്ന് അല്ലെ. അതായത് ആ കൊടുക്കുന്ന പേഴ്സണെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? PDF-ലെ ചാപ്റ്റേഴ്സിന്റെ ഇതിന്റെ ചാപ്റ്ററിന്റെ നമ്പർ വ്യത്യാസം ഉണ്ടാവാം കേട്ടോ. നിങ്ങളുടെ 20 ആണ് തോന്നുന്നു, 20 ആയിരിക്കും ബ്ലഡ് ബാങ്കിന്റെ ചാപ്റ്ററിന്റെ പേര് കിടക്കുന്നത്. നിങ്ങൾ ചാപ്റ്റർ നമ്പർ നോക്കണ്ട, ആ ബ്ലഡ് ബാങ്ക് എന്നുള്ള ആ ഹെഡിങ് അല്ലെങ്കിൽ പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? ഏത് വ്യക്തിയിൽ നിന്നാണോ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് അല്ലെ, ആ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുന്ന ആ വ്യക്തിയാണ് ആര്? ഡോണർ എന്ന് പറയുന്നു. ഓക്കെ, 2 ടേംസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്, ഡോണറും റെസിപ്പിയന്റും അല്ലെ. ഡോണറും റെസിപ്പിയന്റും. അപ്പൊ ഡോണർ എന്ന് പറയുന്ന ആരാണ്? ബ്ലഡ് കൊടുക്കുന്ന ആള്. ഏത് വ്യക്തിയാണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുന്നത് ആ വ്യക്തി ഡോണറും, ഏത് വ്യക്തിയാണോ ബ്ലഡിനെ സ്വീകരിക്കുന്നത് ആ വ്യക്തി ആരായി മാറുന്നു? റെസിപ്പിയന്റുമായി മാറുന്നു. ഓക്കെ, ഏത് പേഴ്സൺ ആണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ആ പേഴ്സണെ ഡോണർ എന്ന് വിളിക്കുന്നു. ഏത് പേഴ്സൺ ആണോ ബ്ലഡ് റിസീവ് ചെയ്യുന്നത് ആ പേഴ്സണെ നമ്മൾ എന്ത് വിളിക്കും? റെസിപ്പിയന്റ് എന്ന് വിളിക്കും അല്ലെ. അപ്പോ ഈ ബ്ലഡ് ബാങ്കില് ഈ ഡോണർ നൽകുന്ന ബ്ലഡ് അല്ലെ, ഡോണറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ബാങ്കില് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. ബ്ലഡ് ബാങ്കിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാല്
അവിടെ എന്താണ് ഓട്ടോമാറ്റിക്കലി ബ്ലഡ് അങ്ങനെ നമ്മളിപ്പോ ഒരു മുറിവുണ്ടാവാണ് നമ്മുടെ കയ്യിൽ അല്ലെ. മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് എന്ത് ചെയ്യും? പുറത്ത് ബ്ലഡ് കുറച്ചു നേരം ബ്ലഡ് മുറിവിൽ നിന്നും ഒഴുകും. അതിനുശേഷം ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ എന്തുണ്ടാവും? ക്ലോട്ട് ആവും അല്ലെ, കട്ട പിടിക്കും. ബ്ലഡ് പിന്നീട് അങ്ങനെ അധികം ഫ്ലോ ആയിട്ട് ഒഴുകിയില്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ബ്ലഡ് ബാങ്കിലെ കേസിലും ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് അവിടെ ആന്റി കൊയാഗുലൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള ചില ഡ്രഗുകൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ബ്ലഡ് ബാങ്കുകളിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. ബ്ലഡ് ബാങ്കില് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആ ഡോണർ അല്ലെ, ആരാണോ ബ്ലഡ് കൊടുക്കുന്ന പേഴ്സൺ ആ വ്യക്തിയാണ് ഡോണർ എന്ന് പറയുന്നത്. ആ ഡോണറിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ആന്റി കൊയാഗുലൻ ഡ്രഗ്സുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗുകളിൽ സൂക്ഷിച്ചത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ? സ്റ്റോർ ചെയ്ത് വെച്ചു. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ള ഏത് പേഷ്യൻസിനാണോ അല്ലെങ്കിൽ മറ്റേത് റെസിപ്പിയന്റിനാണോ ഈ ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഈ രണ്ട് പേഷ്യന്റിന്റെയും ഈ ഡോണറുടെ ബ്ലഡും അല്ലെ, ഈ ഡോണറുടെയും റെസിപ്പിയന്റ്, പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ റെസിപ്പിയന്റ് ആണല്ലോ അല്ലെ. അപ്പൊ ആ റെസിപ്പിയന്റെയും ഈ ഡോണറുടെയും ബ്ലഡുകൾ തമ്മിൽ എന്താണ് അനുയോജ്യമാണോ എന്നുള്ള ചില ടെസ്റ്റുകൾ ചെയ്യും. അതുകൂടാതെ ഈ വന്നിരിക്കുന്ന ഡോണറിന്റെ ബ്ലഡ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് നമ്മൾ നോക്കും. അല്ല, ഏത് ലാബിൽ വെച്ചിട്ട് ഓക്കെ ഏത് ഗ്രൂപ്പിലാണെന്ന് നോക്കും. അത് RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. അതുപോലെ തന്നെ എന്ത് നോക്കും? ബ്ലഡില് വേറെ എന്തെങ്കിലും രീതിയിലുള്ള എന്താണ് ആന്റിബോഡീസോ ആന്റിജൻസോ എന്ന് പോലെയുള്ള കുറെ ടേംസ് ഉണ്ട്, അതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ കടന്നു പോയിട്ടാണ് അവസാനം ഈ ബ്ലഡ് ആർക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? റെസിപ്പിയന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഒരു ലൈഫ് സേവിങ് പ്രോസസ്സുകൾ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോ ഈ ബ്ലഡ് ബാങ്കില് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാര് ചില മാനദണ്ഡങ്ങൾ, ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു കുറച്ച് നിബന്ധനകളും കുറച്ച് പ്രോട്ടോകോൾസും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാള്, ആ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഡോണറുടെ ശരീരത്തില് അവർ എത്ര വയസ്സ് മുതൽ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് അവർക്ക്? 18 to 65 ഇയേഴ്സ്. അത്രയും 18 മുതൽ 65 വയസ്സ് വരെയുള്ള അതിനിടയിലുള്ളവർക്കാണ് എന്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 18 മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് 45 എബോവ് ആയിരിക്കണം. ഓക്കെ, 45 കിലോഗ്രാംസിന് 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം ഈ ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു നമ്മള്. ഏതാണ് ഏജ് പറഞ്ഞു? 18 മുതൽ 65 വയസ്സ് വരെയായിരുന്നു. രണ്ടാമത് പറഞ്ഞത് ഏതാ? വെയിറ്റ് അല്ലെ. അവരുടെ വെയിറ്റ് എത്രയായിരിക്കണം? 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം. കൂടാതെ മറ്റൊരു പോയിന്റ് ആണ് എന്ത്? ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ആളായിരിക്കണം അല്ലെ. നല്ല ആരോഗ്യവും എന്താണ് ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കണം. വേറെ ഏതെങ്കിലും രോഗമുള്ളവർക്ക് ബ്ലഡ് എടുത്ത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിനെ സ്വീകരിക്കുകയുള്ളൂ. പിന്നെ എന്താ പറയുന്നത്? അതുപോലെ തന്നെ ഈ വരുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ഡോണർക്ക് ഏതെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ആദ്യം ചെക്ക് ചെയ്യും. അപ്പൊ എങ്ങനെയാ ചെക്ക് ചെയ്യുക? 45 ആണ് കേട്ടോ. 45 കിലോഗ്രാം ആണ് വെയിറ്റ് പറയുന്നത്. 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം കേട്ടോ. 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഈ വരുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ്, ഓക്കെ, ഡോണറിൽ നിന്നും റിസീവ് ചെയ്യുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് എങ്ങനെയുള്ളതായിരിക്കണം? ഡിസീസുകളൊന്നും ഇല്ല, അതിൽ എന്തെങ്കിലും രീതിയിലുള്ള വൈറസുകളോ ബാക്ടീരിയയുടെ പ്രസൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യും? പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ നടത്തും. ഓക്കെ, അപ്പൊ ഈ വരുന്ന ബ്ലഡ്, ഡോണറുടെ
നിന്ന് വരുന്ന ഈ ബ്ലഡിന് ചില പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ നടത്തും. ഓക്കെ, എന്തിനാണ്? ഡിസീസുകൾ ഉണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള വൈറസിന്റെയോ ബാക്ടീരിയയുടെ പ്രസൻസുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചില പ്രീ ഡൊണേഷൻ ചെയ്യുന്നതിന് മുൻപ് ഡൊണേഷൻ ചെയ്യുന്നതിന് മുൻപ് ചില ടെസ്റ്റുകൾ നടത്തും. അതുപോലെ തന്നെ എന്താണ്, ആ ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ഏജ് എത്രയാണെന്ന് നോക്കും. എത്രയാണ്? 18 മുതൽ 65 വയസ്സ് വരെയാണ്. ഹെൽത്തി ആയിരിക്കണം. വെയിറ്റ് എങ്ങനെയായിരിക്കണം? 45 കിലോഗ്രാമിന് എബോ ആയിരിക്കണം. 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം വെയിറ്റ് വരേണ്ടത്. അതുപോലെ തന്നെ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് 3 മാസത്തിൽ ഒരിക്കൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. 3 മാസത്തിൽ ഒരിക്കൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 3 മാസത്തിൽ ഒരിക്കൽ ഡൊണേറ്റ് ചെയ്യാം. മെയിൽസ് ആൻഡ് ഫീമെയിൽസിലും വ്യത്യാസമുണ്ട് കേട്ടോ. ആ മെയിൽസിലും ഫീമെയിൽസിലും ചില വ്യത്യാസങ്ങളുണ്ട്. മെയിൽസിലാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 90 ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനാവും. എന്നാൽ ഫീമെയിൽസിന്റെ കേസിൽ 120 ഡേയ്സ് ഒക്കെയാണ് പറയുന്നത്. എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഫീമെയിൽസ് ആണെങ്കിൽ 90 ഡേയ്സ് കഴിഞ്ഞാലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചിലർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും ജനറലി പറയുന്നത് 90 ഡേയ്സ് ആർക്കാണ്? മെയിൽസിനും 120 ഡേയ്സ് 120 ഡേയ്സ് എങ്ങനെയാണ്? ഫീമെയിൽസിനുമാണ്. ഓക്കെ, അപ്പോ നമ്മളിത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ബ്ലഡ് ബാങ്കിനെ പറ്റി നിങ്ങൾ ജനറൽ ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ഫർദർ ക്ലാസ്സുകളിൽ ഈ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങളുടെ നോട്ടിൽ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് അവിടെ എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര ml ബ്ലഡ് ആണ് എടുക്കുന്നത്? 300 ml 300 ml ബ്ലഡ് ആണ് അറ്റ് എ ടൈം, ഒരു സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം 100 ml ബ്ലഡ് ആണ് ഒരാളുടെ ശരീരത്തിൽ നിന്നും എടുക്കുന്നത്. 300 ml ബ്ലഡ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ ബ്ലഡിന് എത്ര കമ്പോണൻസ് ഉണ്ട്? ബ്ലഡിന് എത്ര കമ്പോണൻസ് ഉണ്ട്? 4 കമ്പോണൻസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് ചാപ്റ്ററിൽ. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. അങ്ങനെ 4 ബ്ലഡ് കമ്പോണൻസ് ആണുള്ളത്. ഓക്കെ, എന്താണ് പറയുന്നത്? ബ്ലഡ് കമ്പോണൻസ് ഉണ്ട് 4 എണ്ണം ഉണ്ട് അല്ലെ. RBC, WBC, ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. ഓക്കെ, ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരുന്ന ഡോണറിൽ നിന്ന് വരുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഈ ബ്ലഡ് കമ്പോണൻസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, 4 കമ്പോണൻസ് ഉണ്ട്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് പ്ലാസ്മ. ഈ 4 കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്താണ് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഈ 4 കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത് 4 തന്നെയാണ് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഹോൾ ബ്ലഡ് ആയിട്ടും സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഈ 4 ബ്ലഡ് കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു എക്വിപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലോട്ട് ഇതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഫർദർ ക്ലാസ്സുകളിൽ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെയും ഇപ്പൊ ഒരു ഇൻട്രഡക്ഷൻ പോലെ ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങളുടെ ചാപ്റ്ററിൽ നിങ്ങളുടെ ഈ PDF നോട്ടിൽ ഇല്ല. ഓക്കെ, ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. എന്താണ്? അതൊരു സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ബ്ലഡ് ബാങ്കിൽ ഈ ബ്ലഡ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിത് എന്താണ്? ബ്ലഡ് ബാങ്കിനെ പറ്റി എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. ബ്ലഡ് ഡോണറിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യുന്നു. ആ റിസീവ് ചെയ്യുന്ന ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ബാങ്കില് ബ്ലഡ് ബാഗുകളില് ആന്റി കൊയാഗുലൻസുമായിട്ട് മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. കട്ട പിടിക്കാതിരിക്കാനായിട്ട്, രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ ബ്ലഡ് കമ്പോണൻസ് എന്തെങ്കിലും അതിനെ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ബ്ലഡ് ബാങ്കില്. ഓക്കെ, അപ്പോ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ എന്താണെന്ന് നോക്കിയേ. ഇത്രയും ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞതും വെയിറ്റ് പറഞ്ഞതും ഒക്കെ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞതാണ്. അപ്പൊ ചാപ്റ്ററിൽ നമ്മുടെ ബ്ലഡ് ബാങ്കില് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇൻട്രൊഡക്ഷൻ. The term blood bank
blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood products take place and where pre-transfusion and blood compatibility testing is executed. ഇപ്പൊ എന്താണ് പറയുന്നത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി. എന്താണ് പാത്തോളജി? ഒന്ന് നോട്ട് ചെയ്തേ. പാത്തോളജി എന്താണെന്ന് എഴുതിയ. പാത്തോളജി study of disease. Pathology, the study of disease. Note the pathology, the study of disease. Study of disease. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി. ഓക്കെ, അപ്പോ സ്റ്റഡി ഓഫ് ബ്ലഡ് എന്തായിരിക്കും? രക്തത്തെ കുറിച്ചുള്ള പഠനം. സ്റ്റഡി ഓഫ് ബ്ലഡ്. Hematology, 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 study of blood ആണ് hematology. Okay, HEMATOLOGY, hematology. അപ്പോ സ്റ്റഡി ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് പാത്തോളജി അല്ലെ? ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി എന്ന് പറയുന്നത്. എന്നാൽ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നോക്കിയേ, ഇവിടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി where the storage of blood product take place and where the pre-transfusion and blood compatibility testing is executed. അപ്പൊ ഇവിടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി ഉണ്ട് അല്ലെ? വരുന്ന ബ്ലഡുകള് എന്തെങ്കിലും ഡിസീസുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലബോറട്ടറി, ഒരു ലാബ് ഉണ്ട്. ഈ ലാബിലാണ് ഈ ബ്ലഡ് ബാങ്ക്, പ്രധാനമായിട്ടും ഈ ലാബാണ് അതിൽ വരുന്നത്. എന്താണ് അവിടെ വരുന്ന ബ്ലഡിൽ എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടോ, അതിൽ എന്തെങ്കിലും മറ്റു രീതിയിലുള്ള ആന്റിബോഡീസോ ആന്റിജൻസോ ഉണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാനും കണ്ടെത്താനും വേണ്ടിയിട്ട് ഒരു ലാബ് ഉണ്ട് അല്ലെ? ഒരു ലബോറട്ടറി ഉണ്ട്. where the storage of blood അല്ലെ? അവിടെ എന്ത് നടക്കുന്നു ഈ ബ്ലഡ് ബാങ്കില്? ബ്ലഡ് വരുന്ന ബ്ലഡിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബ്ലഡ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രൊഡക്ട്സ് അല്ലെ? ബ്ലഡ് പ്രൊഡക്ട്സ്. ബ്ലഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ബ്ലഡിൽ 4 കമ്പോണൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. ഈ 4 കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിനെ അതാണ് ഈ ബ്ലഡ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ? And where pre-transfusion and blood compatibility testing is executed. അതുപോലെ തന്നെ അവിടെ എന്താണ് pre-transfusion എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു ബ്ലഡ് ട്രാൻസ്ഫർ നടന്നിട്ടില്ല. അതിന് മുൻപ് തന്നെ എന്ത് ചെക്ക് ചെയ്യും? ബ്ലഡ് കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് നടത്തും. അതായത് ഈ കൊടുക്കുന്ന ഡോണറിന്റെ ബ്ലഡിലും മറ്റ് മേടിക്കുന്ന അല്ലെ റിസീവ് ചെയ്യുന്ന പേഷ്യന്റിന്റെ ബ്ലഡും തമ്മിൽ എന്ത് ചെയ്യുന്നു? അനുയോജ്യമാണോ, രണ്ടും തമ്മിൽ യോജിക്കുന്നതാണോ എന്നുള്ള കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ്ങുകൾ നടത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്കിൽ പ്രധാനമായിട്ടും പറഞ്ഞത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അത് എന്തിൽ ഉൾപ്പെടുന്നു? ക്ലിനിക്കൽ പാത്തോളജി പാത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. Then ഇവിടെ എന്താണ് നടക്കുന്നത്? where the storage of blood products take place അല്ലെ? ബ്ലഡ് പ്രൊഡക്ട്സിന്റെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ? സ്റ്റോറേജ് ആണ് അവിടെ ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്.
പ്രീ ട്രാൻസ്ഫ്യൂഷൻ അതുപോലെ എന്തൊക്കെ നടക്കുന്നുണ്ട്? പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് മുൻപ് എന്ത് ചെയ്യുന്നു? ആ വ്യക്തികളുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ അനുയോജ്യമാണോ അല്ലെങ്കിൽ അവ തമ്മിൽ എങ്ങനെയാണ് യോജിച്ചവയാണോ എന്നുള്ള കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങുകൾ കൂടി ഈ ബ്ലഡ് ബാങ്കിൽ നടത്തുന്നുണ്ട്. ഓക്കെ, then blood banking involves tasks related to blood collection, processing, testing, separation and storage. എന്താണ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറയുന്നത്? എന്തൊക്കെ ടാസ്കുകളാണ് അതിൽ ഉൾപ്പെടുന്നത്? ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടാസ്കുകളാണ് വരുന്നത് നോക്കി. റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ അല്ലെ, വരുന്ന ഡോണറിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ആരാണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്നത് അതാണ് ഡോണർ അല്ലെ. ആ ഡോണറിൽ നിന്നും വരുന്ന ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, അതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നു. ആൻഡ് സെപ്പറേഷൻ, ഓരോ കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു, ആൻഡ് സ്റ്റോറേജ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ബ്ലഡ് ടാസ്ക് റിലേറ്റഡ് ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ടാസ്കുകൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ബ്ലഡ് കളക്ഷൻ അല്ലെ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, പ്രോസസ്സുകൾ ചെയ്യുന്നു, അതിന്റെ പ്രോസസ്സിംഗ് നടത്തുന്നു. എന്താണ്? ഏതൊക്കെ ടെസ്റ്റുകളാണോ വേണ്ടത് ആ ടെസ്റ്റുകളൊക്കെ അവിടെ നടത്തുന്നു ആ ബ്ലഡില്. എന്താണ്? സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ, ഓരോ കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ആ സ്റ്റോറേജ് നടത്തുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്കിലെ പ്രധാനമായിട്ടുള്ള ടാസ്കുകളാണ് എന്താണ്? ബ്ലഡ് കളക്ഷൻ, പ്രോസസ്സിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, ദെൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. WHO എന്നാൽ എന്താണ്? എക്സ്പാൻഡഡ് ഫോം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ. ഡെവലപ്പ് എ ഗ്ലോബൽ അപ്രോച്ച് blood safety to curtail the burden of diseases due to unsafe blood transfusion. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഗ്ലോബൽ അപ്രോച്ച്, ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ ആഗോള തലത്തിലുള്ള ഒരു സമീപനം എന്ത് ബ്ലഡ് സേഫ്റ്റിയും റിലേറ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്ലഡ് സേഫ്റ്റി അല്ലെങ്കിൽ ബ്ലഡ് സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അൺസേഫ് ആയിട്ടുള്ള, അൺസേഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുരക്ഷിതമല്ലാത്ത അല്ലെ, അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസിനെ വഴി ഉണ്ടാകുന്ന ഡിസീസുകൾ അല്ലെ, സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി പല ഡിസീസുകൾ ആ റെസിപ്പിയന്റിന്റെ ബോഡിയിൽ ഉണ്ടാവാം അല്ലെ. ഏത് പേഷ്യന്റിനാണ് സ്വീകരിക്കുന്നത് അവരുടെ ബോഡിയിൽ ഉണ്ടാവാം. അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണെങ്കിൽ അല്ലെ, സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണെങ്കിൽ അവിടെ ഡിസീസുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ഡിസീസുകളെ ആ ഒരു ക്ലേശം അല്ലെങ്കിൽ ആ ഒരു ഭാരം എന്താണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഡിസീസുകൾ ഉണ്ടാകുന്നതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കർട്ടയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കുക എന്നാണ് കേട്ടോ. കർട്ടയിൽ എന്ന് പറഞ്ഞാല് കുറയ്ക്കുക. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നു. എന്താണ്? ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് അൺസേഫ് ആയിട്ടുള്ള, സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടന്ന് അതുവഴി ഉണ്ടാകുന്ന രോഗങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു എന്താണ് ഒരു ഗ്ലോബൽ അപ്രോച്ച്, ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നത് ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊണ്ടുവന്നു. An average person അല്ലെ, ഒരു ആവറേജ് പേഴ്സൺ carries almost 5 liters of blood. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ, നമ്മൾ ജസ്റ്റ് ജനറൽ കാര്യങ്ങൾ പറഞ്ഞതാണ് എന്താണ്? 5 liters of blood ആണ് അല്ലെ. ഒരു ആവറേജ് പേഴ്സന്റെ ശരീരത്തിൽ 5 liters of blood ഉണ്ടായിരിക്കും. And it circulates the body through blood vessels and is pumped through the heart. എന്താണ് ഇത്? എന്ത് ചെയ്യുന്നു? ഈ 5 liters of blood ഉണ്ടെങ്കിലും അവ എന്താണ്? അത് പമ്പ് ചെയ്യുന്ന പമ്പിംഗ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ഹാർട്ട് ആണ് അല്ലെ. ഹാർട്ട് ആണ് അവിടെ പമ്പിംഗ് ഓർഗൻ ആക്ട് ചെയ്യുന്നത്. ആ പമ്പ് ചെയ്യുന്ന, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഈ ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിലൂടെ നമ്മുടെ ബോഡി മൊത്തത്തിൽ സർക്കുലേറ്റ് ചെയ്ത് ഓരോ ഭാഗങ്ങളിലേക്കും എത്തുന്നു. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞ എന്താണ്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്? ബ്ലഡും അതിന്റെ ബ്ലഡ് പ്രൊഡക്ട്സുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. അവിടെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നു. എന്താണ് പിന്നെ കൂടാതെ വേറെ എന്താ നടക്കുക? പ്രീ ട്രാൻസ്ഫ്യൂഷൻ അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്. അപ്പൊ അവിടെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ, ഈ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിന് മുൻപ് അവിടെ
എന്ത് ചെയ്യും? ഈ രണ്ട് ഡോണറിന്റെയും റെസിപ്പിയന്റിന്റെയും ബ്ലഡുകൾ തമ്മിൽ അനുയോജ്യമാണോ, അത് മാച്ചിങ് ആണോ എന്നുള്ള ടെസ്റ്റുകൾ, അതാണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്നൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇവിടെ ട്രാൻസ്ഫ്യൂഷൻ നടക്കുള്ളൂ. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുള്ളൂ. ക്ലിയർ? ദെൻ ബ്ലഡ് ബാങ്കിൽ പ്രധാനമായിട്ട് വരുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ്? ബ്ലഡ് കളക്ഷൻ നടക്കുന്നു അല്ലെ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു, അതിനെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഗ്ലോബൽ അപ്രോച്ച്, ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാ? അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടന്നു കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന ഡിസീസുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നത്. എന്താണ്, ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് 5 liters ഓഫ് ബ്ലഡ് ഉണ്ടാവും ബോഡിയിൽ. ഇത് എന്ത് ചെയ്യുന്നു? പമ്പാണ്. അവിടെ പമ്പിങ് ഓർഗൻ ആയിട്ട് ബോഡിയിൽ ഏതാണുള്ളത്? ഹാർട്ടാണ് അല്ലെ. ഹാർട്ടാണ് പമ്പിങ് ഓർഗൻ എന്ന് പറയുന്നത്. ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസൽസിൽ കൂടെ ബോഡിയുടെ മൊത്തത്തിൽ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സർക്കുലേറ്റ് ചെയ്ത് ബ്ലഡ് വെസൽസ് എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, then what are the main functions? പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കിയേ ബ്ലഡ് ബാങ്കിന്റെ? ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ എന്തൊക്കെയാണ് നോക്കിയേ? സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ആദ്യത്തെ ഫങ്ഷൻ എന്താണ് പറഞ്ഞേ? സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഓക്കെ, പെട്ടെന്ന് ഉണ്ടാകുന്ന റെസ്പോൺസുകൾ കൊടുക്കുക, പെട്ടെന്ന് റെസ്പോൺസ് കൊടുക്കുക. എന്തിനുള്ള റെസ്പോൺസാ? ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ് അല്ലെ. ഇപ്പൊ ബ്ലഡ് ബാങ്കില് ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത് പെട്ടെന്നായിരിക്കും അല്ലെ, അങ്ങനെ വളരെ അർജന്റ് ആയിട്ടായിരിക്കും. അല്ലാതെ ഓൾറെഡി നമ്മളിപ്പോ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് പറയാ? ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ തരാം, മറ്റന്ന് തരാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് തരാന്നൊക്കെ പറയാൻ പറ്റുമോ? ബ്ലഡ് ബാങ്കിൽ നിന്ന് നമുക്ക് ഇല്ല അല്ലെ, ഉടനടി നമുക്ക് ബ്ലഡ് കൊടുക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ വേണ്ടത്, ആ ബ്ലഡ് കമ്പോണന്റിന്റെ അർജന്റ് റിക്വസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ബ്ലഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഏതൊക്കെയായിരുന്നു? 4 ബ്ലഡ് കമ്പോണൻസ് ആണുള്ളത്. ബ്ലഡില് 4 കമ്പോണൻസ് ഉണ്ട്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. ഓക്കെ, ഈ 4 കമ്പോണൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ ക്ലാസ്സിൽ. ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോ ഇത്രയും മാത്രം മനസ്സിലാക്കുക, 4 ബ്ലഡ് കമ്പോണൻസ് ആണുള്ളത്. ഈ 4 ബ്ലഡ് കമ്പോണൻസിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. അപ്പൊ ഓരോത്തിന്റെയും ഫങ്ഷൻ അനുസരിച്ചാണ് രോഗിക്ക് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ചില വ്യക്തികൾക്ക് ഹോൾ ബ്ലഡ് ആയിട്ടായിരിക്കും വേണ്ടത്, ചിലവർക്ക് ഇതിന്റെ കമ്പോണൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഇപ്പൊ RBC മാത്രം മതിയാവും, ചിലർക്ക് ചിലപ്പോ WBC മാത്രം മതിയാവും. അപ്പൊ അങ്ങനെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കമ്പോണൻസിൽ ഏതാണോ അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് വരുന്നത്, ഏത് കമ്പോണന്റ് ആണോ ഉടനെ ആവശ്യമായിട്ട് വരുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? സ്വിഫ്റ്റ് റെസ്പോൺസ്, പെട്ടെന്നുള്ള റെസ്പോൺസ് കൊടുക്കുന്നു. ആര് കൊടുക്കണം? ബ്ലഡ് ബാങ്ക് കൊടുക്കണം. അതാണ് പ്രധാനമായിട്ടുള്ള മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണോ അർജന്റ് റിക്വസ്റ്റ് കിട്ടുന്നത്, ആ സമയത്ത് തന്നെ ഉടനെ എന്ത് ചെയ്യണം? റെസ്പോൺസ് കൊടുത്ത് ഏത് കമ്പോണന്റ് ആണോ വേണ്ടത് അത് ഉടനെ നൽകുക എന്നുള്ളത് ആദ്യത്തെ പ്രധാന ഫംഗ്ഷൻ ആണ് ബ്ലഡ് ബാങ്കിന്റെ. രണ്ടാമത് പറയുന്നത് എന്താ? വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. അപ്പൊ ആദ്യത്തെ പറഞ്ഞ എന്താ? വാലിഡേറ്റിംഗ് എന്ന് പറയുന്നത് ചെക്കിങ് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മീനിങ് കേട്ടോ. വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് എന്താണ്? ട്രാൻസ്ഫ്യൂഷന് മുൻപ് അല്ലെ, അതായത് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, മറ്റൊരാൾക്കിന്റെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, അതിനു മുൻപുള്ള ആ ഒരു സമയത്ത് വരുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യണം അല്ലെ. ചില ടെസ്റ്റുകൾ ചെയ്യണം ബ്ലഡില്, ചില പ്രിലിമിനറി ടെസ്റ്റുകൾ വരുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് എങ്ങനെയുള്ളതാണ്, അതിന്റെ ഏത് ഗ്രൂപ്പാണ്, അത് ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വൈറസുകളോ ബാക്ടീരിയാസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ആദ്യം എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എന്തിനു മുൻപ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിന് മുൻപ്. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ബ്ലഡ് ബാങ്കിന്റെ ഡ്യൂട്ടിയാണ്, മെയിൻ പ്രധാന ഫംഗ്ഷൻ ആണ് കേട്ടോ. രണ്ടാമത് പറഞ്ഞാൽ റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്. എന്താണ്? അതിന്റെ ആവശ്യത്തിനനുസരിച്ച് ഈ ബ്ലഡ് ബാങ്കിൽ എന്ത് ചെയ്യണം? ബ്ലഡിന്റെയും
ബ്ലഡ് പ്രൊഡക്ട്സും റിസർവ് ചെയ്ത് വെക്കണം, അതായത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ എത്രത്തോളം റിക്വസ്റ്റുകൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ബ്ലഡും അതിന്റെ ബ്ലഡ് പ്രൊഡക്റ്റുകളും, അല്ലെ, ബ്ലഡ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കമ്പോണൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് പ്രൊഡക്ട്സുകൾ ആയിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ ആവശ്യത്തിനനുസരിച്ച് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം? ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കണം. ക്ലിയർ? Then third point എന്താ പറഞ്ഞേ? Evaluation of immunological suitability between donor and patient. അല്ലെ, ഡോണർ എന്ന് പറയുന്നത് ആരാണ്? ബ്ലഡ് കൊടുക്കുന്ന വ്യക്തി, അല്ലെ. റെസിപ്പിയന്റ് ആണ് ആര്? പേഷ്യന്റ് എന്ന് പറയുന്നത്. സ്വീകരിക്കുന്ന ആളല്ലേ പേഷ്യൻസ്. അപ്പൊ കൊടുക്കുന്ന വ്യക്തിയും എന്താണ് സ്വീകരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു രോഗപ്രതിരോധ ശക്തി, അവരുടെ ബ്ലഡുകൾ തമ്മിലുള്ള ഒരു രോഗപ്രതിരോധ ശക്തി, അതാണ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി. രോഗപ്രതിരോധ ശക്തി ഒരുപോലെയാണോ, അല്ലെങ്കിൽ എന്താണ് വളരെ മാച്ചിങ് ആണോ, അല്ലെങ്കിൽ യോജിച്ചവയാണോ രണ്ട് ബ്ലഡ് ഗ്രൂപ്പുകളുടെയും ഘടകങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം, എന്താണ് വിലയിരുത്തണം, അല്ലെ. അങ്ങനെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ അവിടെ എന്ത് പറ്റും? ഈ ഡോണറിൽ നിന്ന് ബ്ലഡും പേഷ്യന്റിന്റെ ബ്ലഡും തമ്മിൽ മിസ്മാച്ചിങ് ആയാൽ അവരുടെ എന്താണ് ബ്ലഡ് ക്ലോട്ട് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതെന്താണ് പേഷ്യന്റിനെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കേസുകളെ വരെ ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് ബ്ലഡ് ബാങ്ക് എന്ത് ഫംഗ്ഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്? ഡോണറിന്റെയും പേഷ്യന്റിന്റെയും ബ്ലഡുകൾ തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശക്തി തമ്മിലുള്ള മാച്ചിങ്, അല്ലെ, അവർ തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യണം. അതായത് അനുയോജ്യമാണോ, യോജിച്ചവയാണോ എന്നുള്ള ഒരു ഇവാലുവേഷൻ, വിലയിരുത്തലുകൾ ആര് നടത്തണം? ബ്ലഡ് ബാങ്ക് നടത്തണം. ഓക്കെ, fourth point നോക്കിയേ, choosing of suitable blood components for each clinical condition. അതുപോലെ തന്നെ എന്താണ് ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ സ്യൂട്ടബിൾ ആയിട്ട് വേണ്ടത്? ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ക്ലിനിക്കൽ കണ്ടീഷൻ, ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ, ആ ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണ് എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിക്ക് ഏത് കമ്പോണന്റ് ആണോ വേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാനും തയ്യാറായിരിക്കണം ബ്ലഡ് ബാങ്ക് പ്രധാന ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, എന്താണ് ചൂസിങ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻസ്. ഓരോ കണ്ടീഷൻസും, അല്ലെ, ആ പേഷ്യന്റിന് ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അവർക്ക് വേണ്ടതായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കി ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ വേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. അടുത്ത പോയിന്റ് എന്താണ്? കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? സേഫ് എന്നാണ് കേട്ടോ. സേഫ് മീനിങ് വരുന്നത് സേഫ് എന്നാണ്. സേഫ് ഡെലിവറി, അല്ലെ, സേഫ് ഡെലിവറി ആയിരിക്കുക. ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്, അല്ലെ, ബ്ലഡിലെ ആ കമ്പോണൻസ് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതെങ്ങനെയുള്ളതായിരിക്കണം? സേഫ് ആയിരിക്കണം. ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, സേഫ് ആയിരിക്കണം. അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഡെലിവറി ആയിരിക്കണം, ഹാൻഡ്ലിങ്ങും വളരെ സേഫ് ആയിരിക്കണം. ഓക്കെ, ബ്ലഡ് കമ്പോണൻസിനെ എന്താണ് ബ്ലഡ് ബാങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിക്കോട്ടെ, അത് സ്റ്റോർ ചെയ്യുമ്പോഴായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കമ്പോണൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് അതിന് അതുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? അതുപോലെ തന്നെ അത് ഡെലിവറി നടക്കുമ്പോഴും വളരെ സേഫ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു പ്രധാന ഫംഗ്ഷൻ ആയിട്ട് ബ്ലഡ് ബാങ്കിന് പറയുന്നു. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാല്? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ, അല്ലെ. അപ്പൊ ഈ ബ്ലഡ് ബാങ്കില് എന്താണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരുടെ വിവരങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ബ്ലഡ് റിസീവ് ചെയ്യുന്നവരുടെ വിവരങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടാവും? എത്ര ബ്ലഡ് കമ്പോണൻസ് ഏതൊക്കെ സ്റ്റോർ ചെയ്യുന്നു അതിന്റെ ആ ഒരു റേഷ്യോ, അല്ലെ, അതിന്റെ ഒരു പട്ടികകളൊക്കെ ഉണ്ടാവും, അല്ലെ, റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നതിന്റെയും അതിന്റെ എലമെന്റ്സ് എത്രത്തോളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആരൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു, ആരൊക്കെ ബ്ലഡ് റിസീവ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു വിവരങ്ങൾ, അല്ലെ, ആ വിവരങ്ങൾ എന്ത് ചെയ്യണം? ആ ബ്ലഡ് ബാങ്കില് സ്റ്റോക്ക് മാനേജ്മെന്റ്, അല്ലെ, സ്റ്റോക്ക് മാനേജ്മെന്റില് എന്തായാലും റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്?
നമുക്ക് അതിന് എക്സാമ്പിൾ പറയാവുന്നതാണ് ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പുകളൊക്കെ ഇല്ലേ ഇപ്പൊ. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ബ്ലഡിന് ഷോർട്ടേജ് വന്നെന്ന് വിചാരിക്കാം. അവരുടനെ ആരെ വിളിക്കും? ഈ ബ്ലഡ് ബാങ്ക് ഡൊണേഷൻ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഒത്തിരി പേര് ഇപ്പോ ക്ലബുകളൊക്കെ ആയിട്ട് രൂപീകരിച്ചിട്ട് അവര് ബ്ലഡ് ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന കുറെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് ബ്ലഡ് സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങൾ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുമായി സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുകൾ എന്ന് പറയുന്നത്. അതായത് ഡൊണേഷൻ ഗ്രൂപ്പുകൾ, ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ആർക്ക്? ബ്ലഡ് ബാങ്കിന്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ബാങ്കില് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും പേഷ്യൻസിന് ചിലപ്പോ ഏതെങ്കിലും ബ്ലഡ് വേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ബ്ലഡ് ബാങ്കിൽ അത് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെ, അതിന്റെ സ്റ്റോറേജ് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ബാങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? പുറത്തുനിന്ന് വേണം, അല്ലെ, ഡോണറിൽ നിന്ന് ലഭിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്കുമായിട്ട്, ബ്ലഡ് ഡൊണേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അവരുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലെ, അങ്ങനെയുള്ള കുറെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഈ ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം എന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത്. അപ്പൊ എന്താണ് ഫംഗ്ഷൻസ്? ഒന്നുകൂടി നോക്കിയേ നിങ്ങള്. പ്രധാന ഫംഗ്ഷൻസ്, എന്തിന്റെ പ്രധാന ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ മെയിൻ ഫംഗ്ഷൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? അർജന്റ് റിക്വസ്റ്റ്, അല്ലെ, ഉടനെ എന്താണ്, ഏതാണോ അർജന്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ആ റിക്വസ്റ്റ്, ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ ഉടനെ ആവശ്യമായിട്ട് വരുന്നത്, ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? പെട്ടെന്ന് അതിന് റെസ്പോൺസ് കൊടുക്കണം. അല്ലെങ്കിൽ ഏത് കമ്പോണന്റ് ആണോ വേണ്ടി വരുന്നത് ഉടനെ അത് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളത് ഒരു പ്രധാന മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നു. രണ്ടാമത് പറയുന്നത് എന്താ? പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് വാലിഡേറ്റ് ചെയ്യുക, അല്ലെ. അതായത് എന്താണ്? ട്രാൻസ്ഫ്യൂഷന് മുൻപ് ലഭിക്കുന്ന ആ സാമ്പിൾ ബ്ലഡ് എന്ത് ചെയ്യണം? ഇവര് ചെക്ക് ചെയ്യണം, അല്ലെ. പല ടെസ്റ്റുകളിലൂടെ കടത്തി വിട്ടതിന് ശേഷം അങ്ങനെ വേറെ ഹാനികരമായിട്ടുള്ള വേറെ ഒരു രീതിയിലുള്ള ആന്റിബോഡീസോ വേറെ ഒരു രീതിയിലുള്ള ഇൻഫെക്ഷസ് ആയിട്ടുള്ള വൈറസുകളോ ബാക്ടീരിയാസിന്റെ പ്രസൻസ് ഒന്നുമില്ല എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടത് ബ്ലഡ് ബാങ്ക് ആണ്. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് ബാങ്കിൽ ഈ ബ്ലഡും അതുപോലെ തന്നെ ബ്ലഡ് പ്രൊഡക്റ്റുകളുടെയും സ്റ്റോറേജ്, അല്ലെ, അത് അത്യാവശ്യത്തിന് എപ്പോ വേണമെങ്കിലും ഏത് വേണമെങ്കിലും ആവശ്യമായിട്ട് വരാം. അപ്പൊ എല്ലാത്തിന്റെയും സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകളും എല്ലാ ബ്ലഡ് കമ്പോണൻസും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വെക്കേണ്ടതും ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. Then evaluation of immunological suitability. ആരൊക്കെ തമ്മിലുള്ളതാണ്? ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്, അല്ലെ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആ ഡോണറുടെയും റിസീവ് ചെയ്യുന്ന ആ പേഷ്യന്റിന്റെയും ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ അല്ലെങ്കിൽ അവരുടെ ബ്ലഡുകൾ തമ്മിൽ യോജിച്ചതാണോ, അല്ലെ. അതാണ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശക്തി, ആ ഒരു മാച്ചിങ്, അല്ലെ, അവിടെ വളരെ അനുയോജ്യമാണോ ഇവ തമ്മിലുള്ള ബ്ലഡിന്റെ തമ്മിലുള്ള യോജിക്കൽ എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം? വിലയിരുത്തണം. ഓക്കെ, അതും ആര് ചെയ്യേണ്ട മെയിൻ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. Then choosing of suitable blood components for each clinical condition. ഓരോ ക്ലിനിക്കൽ കണ്ടീഷനും ഓരോ പേഷ്യന്റിന്റെയും കണ്ടീഷൻസിനനുസരിച്ച് ഓരോ കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോ ആ വ്യത്യസ്തത ഓരോ പേഷ്യന്റിനും ഏതാണ് കമ്പോണന്റ് വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് ആ ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഏത് കമ്പോണന്റ് ആണോ വേണ്ടത് ആ ബ്ലഡ് കമ്പോണന്റ് കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. Then cautious delivery and handling of blood components, അല്ലെ. ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് കമ്പോണൻസ് ഹാൻഡിൽ ചെയ്യുമ്പോഴും അത് ഡെലിവറി ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ സേഫ് ആയിരിക്കണം എന്നുള്ളത് ഒരു പ്രധാന ഫംഗ്ഷൻ ആയി വരുന്നു. Then inventory and stock management of blood and its elements. അത് എന്താ പറയുന്നത്? ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ്. ബ്ലഡും അതിന്റെ പ്രൊഡക്ട്സുകളും ഉണ്ട്, അല്ലെ. ബ്ലഡും അതുപോലെ തന്നെ അതിന്റെ കമ്പോണൻസ് ബ്ലഡ് പ്രൊഡക്ട്സുകളും ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇവയുടെ എല്ലാത്തിന്റെയും ഒരു കണക്ക്, അല്ലെ, ഒരു വിവരങ്ങള്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ആരൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ റിസീവ് ചെയ്യുന്നുണ്ട്, പിന്നെ എത്രത്തോളം ബ്ലഡ്, ഏതൊക്കെ ടൈപ്പ് ബ്ലഡുകൾ ഓൾറെഡി നിലവിൽ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ഏതൊക്കെയാണ് ഷോർട്ടേജ് വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലുള്ള റെക്കോർഡ് അല്ലെങ്കിൽ വിവരങ്ങൾ എന്ത് ചെയ്ത് വെക്കണം? സ്റ്റോക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്.
അതും ഒരു പ്രധാന ഫംഗ്ഷൻ ആയിട്ട് വരുന്നു. ദെൻ ഇൻ കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് പറഞ്ഞാൽ എന്താ, ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പുകൾ പോലെയുള്ള ചില ബ്ലഡ് ഡൊണേഷൻ ഓർഗനൈസേഷൻസ് പോലെയുള്ള ചില സ്ഥാപനങ്ങളിലല്ലേ ബ്ലഡ് ഡൊണേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കുമായിട്ടൊക്കെ എന്താണ് ഈ ബ്ലഡ് ബാങ്കിന്റെ കമ്മ്യൂണിക്കേഷൻ വേണം. എന്തിനു വേണ്ടിയിട്ടാ, ഏതെങ്കിലും ബ്ലഡ് ഷോർട്ടേജ് വരുമ്പോ ഉടനെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ആവശ്യമായിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്നത് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോ അങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യണം, നല്ല കമ്മ്യൂണിക്കേഷൻ ഈ ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണമെന്നും പ്രധാന ഫങ്ഷൻസിൽ പറയണം. ക്ലിയർ? അടുത്തതാണ് എന്ത്, ലൊക്കേഷൻ. എവിടെയായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലില് എവിടെയായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് നോക്കിയേ. typically should be situated on the ground floor. അല്ലെ, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ബ്ലഡ് ബാങ്കില് ബ്ലഡ് കളക്ട് ചെയ്യാൻ വന്നവർ എങ്ങനെയുള്ളവർക്ക്, വളരെ അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ബ്ലഡ് കളക്ട് ചെയ്യാൻ വരുന്നത് അല്ലെ. അപ്പൊ ഉടനെ എന്ത് ചെയ്യണം, ബ്ലഡ് കാണാൻ അല്ലെങ്കിൽ ബ്ലഡ് ഹോസ്പിറ്റലിലോട്ട് വരുന്ന ആ ഒരു വ്യക്തികൾക്ക് ചിലപ്പോ ആ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനായിരിക്കില്ല ചിലപ്പോ ബ്ലഡ് ആവശ്യമായിട്ട് വേണ്ടിയായിരിക്കില്ല ചിലപ്പോ മറ്റുള്ളവർ വരുന്നത്. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഈ ബ്ലഡ് ബാങ്ക് എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരരുത്, ഏത് നിലയിലാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അഭികാമ്യമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് എവിടെ ഇരിക്കണം എന്നാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ താഴത്തെ നിലയിലായിരിക്കണം ബ്ലഡ് ബാങ്ക് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ താഴത്തെ നിലയിലായിരിക്കണം ഹോസ്പിറ്റൽസിൽ. ഈസിലി വിസിബിൾ ആയിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, എന്താണ്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഈ ബ്ലഡ് ബാങ്ക് എവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യരുത്, അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വരരുത്. കാരണം എന്താ, അത്രയ്ക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിലാണ് പേഷ്യൻസിന്റെ ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻസിൽ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്രയും വേഗം അവർക്ക് ആ ബ്ലഡ് എത്തിച്ചാലാണ് അത്രയും വേഗം അവർ എന്ത് ചെയ്യുന്നു, ആ ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ മാറാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് എന്താണ്, ഈ ബ്ലഡ് ബാങ്ക് എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് നടക്കാനോ ഇതിനുള്ള ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കുകൾ എപ്പോഴും താഴത്തെ നിലയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. അതുപോലെ തന്നെ ഈസിലി വിസിബിൾ ആയിരിക്കും അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്ന ഇടങ്ങളിലായിരിക്കണം ഈ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരേണ്ടത്. മൂന്നാമത്തെ എന്താ പറയുന്നത്, ഇൻ നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ്, ഹോസ്പിറ്റൽസ്, ക്ലിനിക് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഡിപ്പാർട്ട്മെന്റ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അടുത്തിരിക്കണം എന്നാണ്. അതായത് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് അടുത്തതായിട്ട് അല്ലെങ്കിൽ വളരെ അടുത്തതായിട്ട് എന്നുള്ള ഒരു മീനിങ് ആണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കണം അല്ലെങ്കിൽ അടുത്തിരിക്കണം എന്നാണ് പറയുന്നത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട്. ദെൻ OT കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് അല്ലെ. OT കോംപ്ലക്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്ന വേർഡ്സ് OT എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മീനിങ് അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. OT കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് എന്നാണ്. ദെൻ ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ. അപ്പൊ ഏതിനോടൊക്കെ ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ അടുത്തിരിക്കണം ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ, കാഷ്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. നമ്മൾ പ്രധാനമായിട്ടും അത്രയ്ക്ക് അത്യാസന്ന നിലയിൽ കിടക്കുന്നവർ അല്ലെ, എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള എമർജൻസി ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ടുള്ളവരുടെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെയാണ്, അവർക്ക് സമയമില്ല. കാരണം എന്താണ്, അവരുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അത്രയധികം ക്രിട്ടിക്കൽ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അവരുടെ അത്രയ്ക്ക് വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണ്ട ഒരു പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താണ്, ഈ ബ്ലഡ് അന്വേഷിച്ച് പോവാനോ അല്ലെങ്കിൽ ഒത്തിരി ദൂരം സമയം അവർക്ക് ചിലവാക്കാനില്ല. ഉടനെ തന്നെ അവർക്ക് എന്ത് ചെയ്യണം, ബ്ലഡ് എത്തിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്താണ്, ഈ ബ്ലഡ് ബാങ്കുകൾ എപ്പോഴും ഈ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ അടുത്ത് തന്നെയാണ് എപ്പോഴും സ്ഥാപിക്കുന്നത്. ദെൻ എന്താണ്, OT കോംപ്ലക്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് അല്ലെ. ഓപ്പറേഷൻ നടത്തുമ്പോൾ അങ്ങനെയാണ്, നമ്മുടെ സർജറീസോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ ഒത്തിരി ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവാം അല്ലെ, ലോസ് ആയി പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ചില പേഷ്യൻസിന് എന്താണ് ബ്ലഡ് ആവശ്യമായിട്ട് വരും. അപ്പൊ
അങ്ങനെയുള്ള സമയങ്ങളിലും എന്താണ് ബ്ലഡ് ബാങ്കിൽ നിന്ന് ഉടനെ തന്നെ ബ്ലഡ് എത്തിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇവയെല്ലാം എപ്പോഴും എങ്ങനെയായിരിക്കണം, അടുത്തായിരിക്കണം സിറ്റുവേറ്റ് ചെയ്തിരിക്കേണ്ടത്. ദെൻ ഹോസ്പിറ്റൽസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് ബ്ലഡ് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ ഈ 3 ഡിപ്പാർട്ട്മെന്റിലെയും അടുത്തല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി, എവിടെ ലൊക്കേഷനിലുള്ള അടുത്ത പോയിന്റ്, ഇറ്റ് വിൽ ഹാവ് ഡിസ്റ്റിങ്ക്ട് എൻട്രി. എന്താണ് ഈ ബ്ലഡ് ബാങ്കിലേക്ക് ഒരു സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻട്രി ഉണ്ടായിരിക്കണം. ആൻഡ് എക്സിറ്റ്, അതുപോലെ എൻട്രി പോലെ തന്നെ ഒരു സെപ്പറേറ്റ് എൻട്രിയും ഉണ്ടായിരിക്കണം, ഒരു സെപ്പറേറ്റ് എക്സിറ്റ് അല്ലെ, വരാനും തിരിച്ചു പോകാനുമായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കവാടം ഉണ്ടായിരിക്കണം. വിത്ത് വൈഡ് കോറിഡോർസ്. എന്താണ് വൈഡ് കോറിഡോർസ് എന്നാണ് പറയുന്നത്? എന്താണ് ഇടനാഴി അല്ലെ, കോറിഡോർസ് എന്ന് പറയുന്നത് ഇടനാഴി, വീതിയുള്ള അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള ഇടനാഴികൾ. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, എന്താണ് വെയിറ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം. ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജഷൻ. എന്താണ് ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്നത്? തിരക്ക് അല്ലെ, തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ഹോസ്പിറ്റലിലോട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് പല വാഹനങ്ങൾ വരുന്നുണ്ടാവും അല്ലെ, പലതരത്തിലുള്ള ആൾക്കാരുകൾ പല ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒരു ട്രാഫിക് കൺജഷൻ അല്ലെങ്കിൽ വളരെയധികം തിരക്കുള്ള ഒരു പാതയായിരിക്കും ആ എൻട്രി എക്സിറ്റ് എന്ന് പറയുന്ന ആ ഒരു എൻട്രൻസ്. അതേസമയം ഈ ബ്ലഡ് ബാങ്കിൽ വരുന്നവരുടെ കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ബ്ലഡ് ആവശ്യമായിട്ട് വരിക. അപ്പൊ അവർക്ക് സമയം കളയാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാഫിക് കൺജഷൻ അല്ലെങ്കിൽ ആ ഒരു തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം അവിടെ ഈ ബ്ലഡ് ബാങ്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രി എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് വൈഡ് കോറിഡോർസ് അല്ലെ, വിശാലമായിട്ടുള്ള ഇടനാഴിയോട് കൂടിയിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടായിരിക്കണം. ദെൻ വെയിറ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം അല്ലെ, വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് സ്പേസും എവിടെ ഉണ്ടായിരിക്കണം, ബ്ലഡ് ബാങ്കിൽ ഉണ്ടായിരിക്കണം. Then it must be spacious through with minimum public entry. എന്താണ് സ്പേഷ്യസ് ആയിരിക്കണം, എന്താണ് വിശാലമായതായിരിക്കണം അല്ലെ. ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് വിശാലമായിരിക്കണം, ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. എന്നാൽ എങ്ങനെയായിരിക്കണം പബ്ലിക് എൻട്രി അല്ലെ, പൊതുജനങ്ങളുടെ ആ വരവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, കുറവ് മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, മിനിമം ആയിരിക്കണം പബ്ലിക് എൻട്രി എന്ന് പറയുന്നത്. സോ ദാറ്റ്, എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ മിനിമം ആക്കുന്നത് നോക്കിയേ, സോ ദാറ്റ് ദർ ഇസ് നോ ഇന്റർഫറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻസ്. എന്താണ് ഈ ബ്ലഡ് ബാങ്കിലെ ലാബ് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസ് വർക്ക് അവരുടെ ആ ജോലിയെ യാതൊരു രീതിയിലുള്ള തടസ്സപ്പെടുത്താതെ, അതാണ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു തടസ്സപ്പെടുത്താത്ത രീതിയിൽ അവരുടെ ആ ലാബ് ടെക്നീഷ്യൻസ് ജോലി തടസ്സപ്പെടുത്താത്ത രീതിയിൽ ആയിരിക്കണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വളരെ വലിയൊരു ആൾക്കാർ കുറെ അധികം കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവരുടെ ആ ഒരു വർക്ക് നന്നായിട്ട് നടക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മിനിമം പബ്ലിക് എൻട്രി അല്ലെ, വളരെ മിനിമം ആയിട്ടുള്ള ആളുകളുടെ എൻട്രി മാത്രമേ ഈ ബ്ലഡ് ബാങ്കിലോട്ട് അനുവദിക്കുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസിന്റെ വർക്കിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതൊരു വിശാലമായിട്ട് ഒരു സ്പേഷ്യസ് ആയിരിക്കണം അല്ലെ, വളരെ ഇടുങ്ങിയതായിരിക്കരുത്, കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടി ആയിരിക്കണം ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ലൊക്കേഷൻ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലൊക്കേഷനിൽ ഫസ്റ്റ് പറഞ്ഞത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് ഒരു ഹോസ്പിറ്റലിൽ എവിടെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ താഴത്തെ നിലയിലായിരിക്കണം എന്ന് പറഞ്ഞു. ദെൻ എന്താണ് ഈസിലി വിസിബിൾ ആയിരിക്കണം അല്ലെ, വളരെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ദെൻ മൂന്നാമത് പറഞ്ഞത് എന്തുമായിട്ടൊക്കെ ക്ലോസ് ആയിട്ടിരിക്കണം? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സുകളുമായിട്ടും ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ടായിരിക്കണം എന്തിരിക്കേണ്ടത്? ബ്ലഡ് ബാങ്ക് ഇരിക്കേണ്ടത്. Then it will be district entry അല്ലെ, ഇതിനെന്താണ് ഒരു സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും വേണം. എന്തിനു വേണ്ടിയിട്ടാ? അതുപോലെ തന്നെ വൈഡ് കോറിഡോർസ്, വിശാലമായിട്ടുള്ള ഇടനാഴികൾ വേണം, ഒരു വെയിറ്റിംഗ് സ്പേസ് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാഫിക് കൺജഷൻ അല്ലെ, വളരെയധികം തിരക്ക് ഏറിയ ആ ഒരു എൻട്രി അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്, തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സിറ്റ് ആയിട്ടുള്ള ആ ഒരു എന്താണ് എൻട്രൻസ് വേണം, അല്ലെങ്കിൽ ആ ഒരു പാത്ത് വേണം എന്ന് പറയുന്നത്.
Then it must be spacious. അതുപോലെ തന്നെ ഇത് എങ്ങനെയായിരിക്കണം? വിശാലമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. ഒത്തിരി ഇടുങ്ങിയ സ്ഥലങ്ങളൊന്നും ആവത്തി ബ്ലഡ് ബാങ്കിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത്തിരി സ്പേഷ്യസ് ആയിരിക്കണം. അതുപോലെ തന്നെ ആളുകളുടെ എൻട്രി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ മിനിമം ആയിരിക്കണം. എന്തുകൊണ്ടാണ്? അവിടെ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസിന്റെ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തടസ്സമാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മിനിമൽ ആയിട്ടുള്ള ഒരു പബ്ലിക് എൻട്രി ആയിരിക്കണം എവിടെ ബ്ലഡ് ബാങ്കിന്റെ ആ ഒരു ഏരിയയിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ലൊക്കേഷനിൽ വരുന്ന പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് എഴുതാറുണ്ട് അല്ലെ? ഓർഗാനോഗ്രാം ഇങ്ങനെ അതെന്താണ് പ്രധാനമായിട്ടും ഓർഗാനോഗ്രാമിൽ വരുന്നത്? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ, അതിന്റെ ഘടന എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ അവർ തമ്മിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ചില ആ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉള്ളിലുള്ള ആളുകളുടെ ജോബുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഇപ്പൊ എന്തെങ്കിലും അവിടെയുള്ള മറ്റ് വർക്കിംഗ് സ്റ്റാഫുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരുടെ ആ ഒരു ജോബിന്റെ ആ ഒരു ഹയർ ലെവൽ തൊട്ട് ലോവർ ലെവൽ വരെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ ആ ഒരു ലെവൽ മുതൽ ഏറ്റവും താഴെയുള്ള ലെവൽ വരെ അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വഴി എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഡയഗ്രാമാറ്റിക് ആയിട്ട് അതിനെ കാണിക്കുന്നു. അതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്താണ് ഓർഗാനോഗ്രാം എന്ന് നോട്ട് ചെയ്ത് വെച്ചേ നോട്ടില്. എന്താണ് ഓർഗാനോഗ്രാം? ഓർഗാനോഗ്രാമിനെ പറ്റി നിങ്ങളുടെ നോട്ടിൽ അങ്ങനെ എന്താണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എ ഡയഗ്രാം ഓർഗാനോഗ്രാം ആണ് കേട്ടോ. ഓർഗാനോഗ്രാം അതിനെപ്പറ്റി നിങ്ങളുടെ നോട്ടില് ഒരു ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ആ ഒരു പിക്ചർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഓർഗാനോഗ്രാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എഴുതി വെച്ചേ. എ ഡയഗ്രാം that shows structure of an organization, diagram that shows structure of an organization and relationships between structure of an organization and relationships between the different peoples, department and jobs at different levels within that organization. Okay, നോടി പറയാം. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡയഗ്രാം that shows the structure of an organization. The diagram that shows the structure of an organization and relationships between the different peoples, comma, departments, comma, and jobs at different levels, within that organization. Okay, അപ്പൊ ഓർഗാനോഗ്രാം എന്താണെന്ന് നോക്കിയേ. ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് ഒരു ഡയഗ്രാം അല്ലെ? ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് അല്ലെ? എന്തിനെ പറ്റിയുള്ള ഒരു ഡയഗ്രാം ആണ് ഷോ ചെയ്യുന്നത്?
സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന, അല്ലെ? പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഘടന എങ്ങനെയാണ്, അതായത് ഒരു ഓർഗനൈസേഷൻ എന്താണോ ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ത് രീതിയിൽ നമ്മൾ കാണിക്കുന്നു, ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, റിലേഷൻഷിപ്പ്, അല്ലെ? ആ സ്ട്രക്ചറും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ, അല്ലെ? ബന്ധങ്ങൾ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ് നോക്കിയേ, ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡിഫറെന്റ് പീപ്പിൾസ്, പല ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിലോ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിലോ അവരുടെ ജോലിയുടെ, അല്ലെ, ജോലി അല്ലെങ്കിൽ വർക്കിന്റെ ബേസിസിലുള്ള റിലേഷൻഷിപ്പ് ആവാം. അവ എന്തായിട്ട് കാണിക്കുന്നു, ഡിഫറെന്റ് ലെവലുകൾ, ഓരോ ലെവലിലും നിൽക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളത് ഡിഫറെന്റ് ലെവലിൽ എങ്ങനെ കാണിക്കുന്നു, ഡയഗ്രമാറ്റിക് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓർഗനോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ പിക്ചറിലോട്ട് ഒന്ന് നോക്കിയേ. ഓർഗനോഗ്രാം എന്താണ്? ഇതിപ്പോ എന്തിനെ കുറിച്ചുള്ള ഓർഗനോഗ്രാമാ? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനോഗ്രാം ആണ്. ഇവിടെ എന്താ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടല്ലേ കാണിച്ചിരിക്കുന്നത്? അതെ. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് ഇവിടെ നടക്കുന്നത്? ജോബിന്റെ, അല്ലെ? അവരുടെ ആ ഒരു ജോബിന്റെ അല്ലെങ്കിൽ ജോലിയുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൊസിഷൻ ഏത് ലെവലിലാണോ ഓരോരുത്തരും ഇരിക്കുന്നത്, ആ ഒരു പൊസിഷന്റെ ലെവലിനനുസരിച്ചാണ് അവര് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ നോക്കി, ആദ്യം ബ്ലഡ് ബാങ്കിൽ പ്രധാനമായിട്ടും ഏറ്റവും മുകളിൽ വരുന്ന വ്യക്തി ആരാണ്? മെഡിക്കൽ ഡയറക്ടർ, അല്ലെ? മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ MD എന്ന് നമ്മൾ പറയും. മെഡിക്കൽ ഡയറക്ടർ വരുന്നു. അതിന് കീഴിലായിട്ടാണ് ആര് വരുന്നത്? HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഓക്കെ, ഇനി HODയുടെ താഴെ ആരാ വരുന്നത്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് ആണ് അതിന് താഴെ വരുന്നത്. ഇനി ഈ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് കീഴില് 3 പേരാണുള്ളത്. ഏതാണ്? BTO, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്, ക്വാളിറ്റി മാനേജർ വരുന്നുണ്ട്, ആൻഡ് ടെക്നിക്കൽ സൂപ്പർവൈസേഴ്സ് വരുന്നുണ്ട്. ആദ്യം ആരായിരുന്നു? മെഡിക്കൽ ഡയറക്ടർ ആണ് ഏറ്റവും മുകളില്. അതിനുശേഷം വരുന്നത് അതിന് കീഴിൽ വരുന്നത് ആരാണ്? HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വരുന്നു. അതിന് താഴെ വരുന്ന ആളാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചീഫ് എന്ന് പറയുന്നത്. ഇനി ആ വ്യക്തിയുടെ കീഴിൽ 3 പേരാണ് വരുന്നത്. എന്താണ്? BTO അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്, ക്വാളിറ്റി മാനേജർ വരുന്നുണ്ട്, ആൻഡ് ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നുണ്ട്. ഇനി ഈ BTOക്ക് കീഴിൽ BTOക്ക് താഴെ വരുന്നവരാണ് ടെക്നീഷ്യനും, ടെക്നീഷ്യന് താഴെ വരുന്ന ആൾക്കാരാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻസും. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കേസ് നോക്കിയേ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ആരൊക്കെയാണ്? ക്ലർക്സ് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PROs വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? അവരുടെ ആ ജോലി, അല്ലെ, അവരുടെ ആ ഡ്യൂട്ടി ഏതാണോ അതിന്റെ ലെവലിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇത് നമ്മൾ പറയുന്നത് ഏതാണ്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഓർഗനൈസേഷന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അവിടെയുള്ള ആളുകൾ തമ്മിലുള്ള അവരുടെ ജോബുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെ, ഡിഫറെന്റ് ലെവൽസിൽ ആണ് അവർ നിൽക്കുന്നത്. ആ ഒരു ലെവൽ എങ്ങനെ കാണിച്ചിരിക്കുന്നു? നമ്മളൊരു ക്ലാസിഫിക്കേഷൻ, ഒരു ചാർട്ട് പോലെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ BTO എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ഫോം ഒക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ എന്നുള്ളത് എന്താണ്? BTO എന്നൊക്കെ ചോദിച്ചാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ആണ് എന്നുള്ള എക്സ്പാൻഡ് ചെയ്തൊക്കെ എഴുതാൻ ചോദിക്കാറുണ്ട്. അതുപോലെ ചോദിക്കാറുണ്ടെങ്കിൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ആരൊക്കെയാണ്? അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആരാണ്? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PROs വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നാളത്തേക്കുള്ള നിങ്ങളുടെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത് നോട്ടില് ഈ ഓർഗനോഗ്രാം ഇപ്പൊ എന്താണെന്ന് എഴുതിയില്ലേ നിങ്ങൾ? അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു പോളോ കാര്യങ്ങളോ ഒന്നും വരയ്ക്കണമെന്നില്ല. മെഡിക്കൽ ഡയറക്ടർ എന്ന് എഴുതുക, അതിനുശേഷം എന്താ ഒരു ആരോ ഇടുക, അതിനുശേഷം അടിയിലോട്ട് അങ്ങനെ ആരോ ഇട്ട് ഇതൊന്ന് ജസ്റ്റ് നോട്ടിലോട്ട് എഴുതി വെക്കുക കേട്ടോ. എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വിട്ടുകളയാതെ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ആരോ ഇട്ട് നിങ്ങൾ ഇങ്ങനെ പോളോ വരെ ചെയ്ത് കളയണമെന്നൊന്നുമില്ല. ജസ്റ്റ് മെഡിക്കൽ ഡയറക്ടർ, അതിന് താഴെ വരുന്ന ആരാണ്, അങ്ങനെ ഇങ്ങനെ ഓരോ ആരോ ഇട്ടിട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് അവരെന്ത് ചെയ്താ ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ച് നോട്ടിൽ കൊണ്ടുവരാം കേട്ടോ. എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോ ഇത്രയും പറഞ്ഞതില് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ? ആർക്കും ഡൗട്ട്സ് ഇല്ല?
ക്ലിയർ ആയെന്നാണ്? മാം ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഇതില് ലാസ്റ്റ് സെന്റൻസ് ഒന്ന് പറയാവോ? ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി സ്പീഷ്യസ്. എന്താണ് ആ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഇടം, കാരണം അതൊരു ലബോറട്ടറിയും കൂടിയാണ് അല്ലെ. അപ്പൊ ആ ലബോറട്ടറി ആകുമ്പോ ഒത്തിരി സ്പേസ് കുറഞ്ഞ ഇടമാവരുത് അല്ലെ. അപ്പൊ ഇച്ചിരി സ്പേഷ്യസ് ആയിരിക്കണം, കാരണം അവർക്ക് കുറെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ടെസ്റ്റുകൾ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഇടമായിരിക്കണം ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ മിനിമം പബ്ലിക് എൻട്രി. ഒത്തിരി പേര് അവിടെ സന്ദർശനത്തിനായിട്ടൊന്നും വരാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അവിടെ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസിന്റെ വർക്ക് എന്ത് ചെയ്യണം? തടസ്സപ്പെടരുത് അല്ലെ. അങ്ങനെയുള്ള വർക്ക് തടസ്സപ്പെടാതിരിക്കാനായിട്ട് അവിടെ എന്ത് ചെയ്യണം? മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കണം. നമ്മൾ ചില ഹോസ്പിറ്റൽസിലെ ചില റൂമുകളിൽ എഴുതിയിട്ടില്ലേ, എന്താണ് മറ്റുള്ളവർക്ക് അന്യർക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ. അപ്പൊ അതുപോലെ തന്നെ അതെന്താ അത്ര അത്യാവശ്യമുള്ളവർക്ക് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ഒരു എൻട്രി അല്ലെങ്കിൽ പ്രവേശനം കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ബ്ലഡ് ബാങ്കിലെ കേസുകളിലും എന്താണ് ഒരുപാട് ആളുകളെ എന്ത് ചെയ്യുന്ന പ്രവേശിപ്പിക്കുന്ന ഒരു ഇടമല്ല ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. എന്താണ് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന 1 or 2 ആളുകൾ മാത്രമാണ് അതിനുള്ളിൽ കയറി ആ കാര്യങ്ങൾ പറഞ്ഞ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ബ്ലഡ് കളക്ട് ചെയ്യാൻ പോരുക. അല്ലാതെ എന്താണ് ഒത്തിരി ആൾക്കാർ നിറഞ്ഞു നിൽക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അതെന്തുകൊണ്ടാണ്? അവിടെയുള്ള ലാബിൽ ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസിന്റെ വർക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മിനിമം പബ്ലിക് എൻട്രി. ഓക്കെ, പൊതുജനങ്ങളുടെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും എപ്പോഴും. ക്ലിയർ? ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ മിസ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു ബ്ലഡ് കൊടുക്കുന്ന ആള് ഡോണർ എന്ന് പറഞ്ഞു അല്ലെ. ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളെ എന്താ പറഞ്ഞേ? ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളെ എന്താ പറഞ്ഞേ? റെസിപ്പിയന്റ് എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളെ ഡോണർ എന്നും റിസീവ് ചെയ്യുന്ന ആളെ റെസിപ്പിയന്റ് എന്നും പറയുന്നു. റിസീവ് ചെയ്യുന്ന ആൾ എപ്പോഴും എങ്ങനെയായിരിക്കും? പേഷ്യൻസ് ആയിരിക്കും അല്ലെ, രോഗമുള്ളവരായിരിക്കും. അപ്പൊ ഒരു വ്യക്തി ഈ ഡോണറിന്റെ ബ്ലഡ് ഈ മറ്റ് പേഷ്യന്റിന്റെ ബ്ലഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ബ്ലഡ്, ഒരാളുടെ ബ്ലഡ് മറ്റൊരാളുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഡോണറിന്റെ ബ്ലഡ് റെസിപ്പിയന്റിലോട്ട് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഫർദർ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഡോണറിന്റെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? റെസിപ്പിയന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഒരാളുടെ ബ്ലഡ് മറ്റൊരാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ട്രാൻസ്ഫ്യൂഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെയാ പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ഫങ്ഷൻസ് മനസ്സിലായോ? ലൊക്കേഷനോ ഫങ്ഷനിലോ ഓർഗാനോഗ്രാമിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാം ക്ലിയർ ആയതുകൊണ്ടാണോ ആർക്കും ഒരു ഡൗട്ട് ഇല്ലാത്ത? അതോ മനസ്സിലാവാത്തത് കൊണ്ടാണോ? ആരെങ്കിലും ഒരാൾ പറയോ? ക്ലിയർ ആയിരുന്നോ? അത് ക്ലിയർ ആണ്. വേറെ ഡൗട്ട്, ഞാൻ പ്രിന്റ് ഔട്ട് കിട്ടിയിട്ട് ഫസ്റ്റ് ഇതായിട്ട് കയ്യിലേക്ക് ഇട്ടിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. ഇപ്പൊ ചാപ്റ്റർ ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് തന്നെയാണ് PDF തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഞങ്ങൾക്ക് തന്നെയാണ് ചാപ്റ്റർ 20. നമ്പറിലെ വ്യത്യാസമുണ്ട്. നമുക്ക് ഇവിടെ ചാപ്റ്റർ 18 ആണ് കിടക്കുന്നത്, പക്ഷെ നിങ്ങളുടെ 20 ആയിരിക്കും ബ്ലഡ് ബാങ്ക് അല്ലെ. 20 ആണ് അല്ലെ. അപ്പൊ നമ്പേഴ്സ് നിങ്ങൾ നോക്കണ്ട, ആ ചാപ്റ്ററിന്റെ പേര്, ആ പേര് നോക്കിയാൽ മതി കേട്ടോ. പേരും കൂടെ ഇൻട്രൊഡക്ഷനിൽ പേരിന്റെ കൂടെ വേറെ ഉണ്ടല്ലോ, ബ്ലഡ് ബാങ്ക് മാത്രല്ലല്ലോ. മൊഡ്യൂള് തന്നതില് ചാപ്റ്റർ നെയിം കൊടുത്തതിന്റെ കൂടെ അത് മാത്രല്ലല്ലോ കൊടുത്തിക്കണത്, ബ്ലഡ് ബാങ്ക് ആൻഡ് സെറോളജി എന്നാ. അത് സെയിം തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ നോട്ട്സ് തന്നെയാണ് അതിൽ വരുന്നത് കേട്ടോ, സെയിം ആണ്. ഓക്കെ, പക്ഷെ ചാപ്റ്റർ എടുക്കുമ്പോ ബ്ലഡ് ബാങ്ക് മാത്രമേ ഉള്ളൂ, അതിൽ സെറോളജി കാണുന്നില്ല. അത് നമ്മുടെ ഇതില് സിസ്റ്റത്തിലുള്ളത് വെച്ചാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ചാപ്റ്ററും ഇതിലുള്ള കാര്യങ്ങളും നോട്ട്സും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അതിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നമ്പറിൽ വ്യത്യാസം ഉണ്ടല്ലോ. എന്താണ് നമ്പറിൽ വ്യത്യാസമുണ്ട്? അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. നമ്പർ നിങ്ങൾ നോക്കണ്ട, ആ ചാപ്റ്ററിന്റെ പേര് നോക്കിയാൽ മതി. ഓക്കെ, നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും.
മാം സോളി മാം അല്ല, മാമിന്റെ പേര് സോളി. സോളി അല്ല, ആതിര. ഓൾറെഡി 4 മിസ്സുമാര് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ മിസ്സേ? 5. ഇപ്പൊ നിങ്ങൾ കൂടി 6 അല്ലേ? എത്ര പേര് എടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്? നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് ടൈം ടേബിൾ ഒക്കെ തരുമായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയിരുന്നോ? അപ്പൊ അടുത്ത ദിവസത്തേക്ക് ആ ഓർഗാനോഗ്രാം ഒന്ന് നോട്ട് ചെയ്ത് വരാം കേട്ടോ നോട്ടില്. ഓക്കെ ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ കഴിഞ്ഞു. നിങ്ങളുടെ ബാക്കി എല്ലാവരുടെയും വേറെ ഇതിനു മുമ്പ് എടുത്ത ചാപ്റ്റർ ഒക്കെ സെയിം ആയിരുന്നു. എനിക്ക് പ്രിന്റ് ഔട്ട് കയ്യിലേക്ക് കിട്ടിയിട്ട് ഞാനിപ്പോ ഇന്നാണ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ മറ്റേ മിസ്സുമാര് പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു, ഡിഫറെന്റ് ഇതായിട്ട്. അവസാനം അവരുടെ സിസ്റ്റത്തിലുള്ളത് വെച്ച് എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി പാടില്ലേ? കാരണം പകുതി നമ്മുടെ ഇല്ലല്ലോ, നമുക്ക് തന്നാണ് പ്രിന്റ് ഔട്ടില്. ഡിഫറെന്റ് ആണോ? ചാപ്റ്റർ ഉണ്ട്, പക്ഷെ നമ്പറിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, അതുകൂടാണ്ട് നേരത്തെ പറഞ്ഞല്ല, മോഡ്യൂൾ ചാപ്റ്റർ പോലെ തന്നെ നമുക്ക് തന്നെയാണ് ഇതിലും വ്യത്യാസം. 4 മൊഡ്യൂൾ ആണ് നല്ല